ഹായ് നമസ്കാരം, വ്ളോഗേട്ടനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്നേഹതീരത്താണ് കേട്ടോ, തളിക്കുളം സ്നേഹതീരത്താണ്. ഇവിടെ കടലാക്രമണം വളരെയധികം രൂക്ഷമാണ്. ഇതാ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടുത്തെ കംഫർട്ട് സ്റ്റേഷനാണ് കേട്ടോ. സ്നേഹതീരത്തെ കംഫർട്ട് സ്റ്റേഷനാണ്. അത് തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അടിയിൽ നിന്ന് പോലും തുരന്നെടുത്തുകൊണ്ടിരിക്കുന്നു. വലിയ മരങ്ങൾ, വൻ മരങ്ങൾ പോലും കടപുഴകി വീണ് കിടക്കുന്നത്. അവിടെയൊക്കെ കാണാം വലിയ മരങ്ങൾ വീണ് കിടക്കുന്നത്. അതുപോലെ മണ്ണ് കുഴിച്ചെടുത്ത് കൊണ്ടുവരുന്നു, കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാറ്റാടി മരങ്ങളും വലിയ ബദാം മരങ്ങളും പൂപ്പരത്തി മരങ്ങളും എല്ലാം മറിഞ്ഞ് വീണെടുക്കുന്നുണ്ട്. ഇവിടെ ആകെ തകർന്ന് നാമാവശേഷമായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ നിൽക്കണത് ഇവിടെ മുമ്പുണ്ടായിരുന്ന ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ വർഷങ്ങളിൽ തകർന്നു പോയത് എൻ്റെ വീഡിയോയിലൂടെ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും എൻ്റെ മുന്നത്തെ വർഷമൊക്കെ ആയിട്ട് തകർന്നു പോയതാണ്. ഇപ്പോൾ ഇതാ കടലിൽ കയറി വന്നുകൊണ്ടിരിക്കുന്നു. ഈ കംഫർട്ട് സ്റ്റേഷൻ ഏത് നിമിഷവും തകർന്ന് വീഴാം. ആ ഒരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ വലിയ മരങ്ങൾ കണ്ടോ, വലിയ മരങ്ങളാണ് വീണെടുക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെയൊക്കെ കുഴിച്ച് കൊണ്ടുപോയിരിക്കും. ഇവിടെ ഒരു കാട് പോലെ ഉണ്ടായിരുന്നതാണ്, വലിയൊരു കാട് പോലെ തന്നെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതെല്ലാം കുഴിച്ചെടുത്ത് കൊണ്ടുപോയി. വൻ മരങ്ങൾ നോക്കി കടപുഴകി വീണെടുക്കുന്നുണ്ട്. അത് വലിയൊരു കാറ്റാടി മരം, അതൊരു വലിയൊരു പൂപ്പരത്തി മരം, അത് നമ്മൾ ബദാം എന്നൊക്കെ പറയുന്ന, എറണാകുളത്തൊക്കെ തല്ലിത്തേങ്ങ എന്നൊക്കെ പറയുന്ന ആ ഒരു മരമാണ്. അതൊക്കെ വീണെടുക്കുന്നു. അതിൻ്റെ അപ്പുറത്തും വീണെടുക്കുന്നു. ഇവിടെ ആകെ തകർന്നു പോയി കണ്ടോ. കുഴിപ്പൻ തിരമാലകൾ കുഴിച്ചെടുത്ത് കൊണ്ടുപോയതാണ്. ഇനി ആ പാർക്കിനകത്ത് എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് അവിടെ പോയാൽ തന്നെ കാണാൻ പറ്റുള്ളൂ. അവിടെ പോയിട്ട് നോക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ അങ്ങോട്ടുള്ള പ്രവേശനമൊക്കെ നിരോധിച്ചുകൊണ്ട് ചുവന്ന കൊടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. കാരണം നിയമം എല്ലാവർക്കും ബാധകമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഇവിടെ വന്നിട്ട് വീഡിയോ കാണിക്കാം. അതിൽ നടക്കുന്നതും അപകടം തന്നെയാണ്. കാരണം ആ കടൽ ഭിത്തിയൊക്കെ നനഞ്ഞ് കുതിർന്ന് കിടക്കുകയാണ്. അത് മാത്രമല്ല വലിയ തിരമാലകൾ അങ്ങോട്ട് അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ സ്നേഹതീരത്തിൻ്റെ നിലവിലത്തെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. ശരിക്കും തൃശ്ശൂരിൻ്റെ, നമ്മുടെ ജില്ലയുടെ ബീച്ച് ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ചാവക്കാട് ബീച്ച്, അതുപോലെ സ്നേഹതീരം ബീച്ച്, ഇതിനൊക്കെ വലിയ സ്ഥാനമാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളാണ് ഇപ്പോൾ ഇതുപോലെ തകർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഉണ്ടായിരുന്ന ഇരിപ്പിടങ്ങളൊക്കെ തകർന്നു വീണു. ഇത് 2014 കേട്ടോ. ഈ കംഫർട്ട് സ്റ്റേഷൻ ശിലാസ്ഥാപനം കഴിഞ്ഞിട്ടുള്ളത് 2014. ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് ഉദ്ഘാടനം 2014 തന്നെ. 2014 ഒക്ടോബർ 4 ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 10-11 വർഷമാവുന്നേ ഉള്ളൂ ഇത് ഈ ഒരു കംഫർട്ട് സ്റ്റേഷൻ പണിതിട്ട് കേട്ടോ. ഡ്രോൺ ഉപയോഗിച്ചുള്ളൊരു ആകാശ ദൃശ്യം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഈ ഒരു ദുരന്തത്തിൻ്റെ ചിത്രം വ്യക്തമാവും. ആ കംഫർട്ട് സ്റ്റേഷനും അതിന് മുന്നിൽ വീണെടുക്കുന്ന ഈ മരങ്ങളും ഇതെല്ലാം മുകളിൽ നിന്നുള്ള ഒരു വിഷ്വലിൽ കാണുമ്പോൾ നമുക്ക് ആ ഒരു എത്രത്തോളം അവിടെ കടൽ കയറിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു നേർചിത്രമാണ് നമുക്ക് കാണുന്നത് കേട്ടോ. ഇനിയിപ്പോൾ പാർക്കിൻ്റെ വ്യൂവിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പാർക്കിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഡ്രോൺ പറത്തി നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത്രയും
അതായത് പാർക്ക് നിൽക്കുന്ന ലെവലും ഇവിടുത്തെ ലെവലും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാം. അതായത് പാർക്ക് അവിടെ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രേക്കറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതാ നോക്കുമ്പോൾ പാർക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ പാർക്കിനകത്തോ അവിടെയൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടായതായിട്ട് കാണുന്നില്ല. കാരണം ആ കടൽ ഭിത്തി അത്രയും സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ആ കടൽ ഭിത്തി അവിടെ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ പുലിമുട്ടൊക്കെ ആക്ട് ചെയ്യുന്ന പോലെ ഒരു ബ്രേക്കർ പോലെ, വേവ്സിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ബ്രേക്കർ പോലെ അത് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ തെക്ക് ഭാഗം, അതായത് ഈ പാർക്കിൻ്റെ സ്നേഹതീരം പാർക്കിൻ്റെ ഈ കടൽ ഭിത്തിയിട്ട സ്ഥലത്തിൻ്റെ തെക്ക് ഭാഗത്താണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഏറ്റവും അധികം കടൽ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിനകത്തൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും കാണുന്നില്ല. കടൽ ഭിത്തി അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ കണ്ടോ, ഇവിടെ നല്ലതുപോലെ കയറുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ ആ ഒരു പണിയെടുക്കുന്ന ഷെഡാണത്. അതിനകത്ത് അവിടെയൊക്കെ നല്ലതുപോലെ തന്നെ കയറിയിട്ടുണ്ട്. ഇനി വടക്ക് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരാൾ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ തെരണ്ടിക്കാണ് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നത്. തെരണ്ടിയുടെ ആക്ടിവിറ്റിയൊക്കെ കാണിക്കുന്ന സമയമായി തുടങ്ങിയിട്ടുണ്ട്. ഓഗസ്റ്റ് മാസമായല്ലോ. അപ്പോൾ തെരണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചൂണ്ടയിടുന്നത്. കഴിഞ്ഞ ദിവസം വലപ്പാട് ഭാഗത്തുനിന്ന് ഒരു തെരണ്ടി കിട്ടിയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഒരു ഭാഗം നമുക്കറിയാം, സ്നേഹതീരം ഭാഗം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട് തെരണ്ടി വേട്ടയൊക്കെ. ഇവിടെയാണ് മെയിനായിട്ട് നമ്മൾ തെരണ്ടിക്ക് ചൂണ്ടയിട്ടിരുന്ന സ്ഥലം. ആ ഒരു സ്ഥലത്തൊന്നും കാര്യമായിട്ട് യാതൊരു കടലാക്രമണവും കാണുന്നില്ല. കടൽ ഭിത്തിയൊക്കെ അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന പോലെ, അതായത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം നമ്മൾ തെരണ്ടി വേട്ടയൊക്കെ കാണിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന പോലെ തന്നെ കടൽ ഭിത്തിയൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെയൊന്നും കടലേറ്റം കാര്യമായിട്ട് ബാധിച്ചതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ പാർക്കിൻ്റെ തെക്ക് ഭാഗത്തേക്കാണ് കടലേറ്റം ഏറ്റവും അധികം വ്യാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ബാധിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ കടലിലേക്ക് നോക്കുകയാണെങ്കിൽ കടൽ വളരെ ശാന്തമാണ്. സാധാരണ ഒരു വേലിയേറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള തിരകൾ മാത്രമേ വരുന്നുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വളരെ ശാന്തമായിട്ട് തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കടൽ ശരിക്കും രൗദ്രഭാവത്തിലായിരുന്നു. ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കടൽ ഭിത്തിയുടെ ഒരു പ്രത്യേകത എടുത്ത് പറയുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള കടൽ ഭിത്തിയാണ് കേട്ടോ. അത് പറയാതെ വയ്യ. ഈ കടൽ ഭിത്തി ഉണ്ടാക്കിയത് ആരാണെങ്കിലും, ഏത് കോൺട്രാക്ടർ ആണെങ്കിലും ആരാണെങ്കിലും വളരെ നല്ലൊരു പണിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം അത്രയും ഇതിന് ശേഷം എത്രയോ കടലാക്രമണങ്ങൾ ഉണ്ടായിട്ടും ഈ കടൽ ഭിത്തിക്ക് കാര്യമായിട്ടുള്ള തകരാറുകളൊന്നും സംഭവിച്ചിട്ടില്ല. സ്നേഹതീരം പാർക്കിനെയും അത് കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. പക്ഷേ കടൽ ഭിത്തി ഇല്ലാത്ത അതിൻ്റെ തെക്ക് ഭാഗം, ആ ബീച്ച് ഭാഗമാണ് ഏറ്റവും അധികം എല്ലാ കടലാക്രമണത്തിലും ബാധിക്കപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കടൽ ഭിത്തി നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കടൽ നല്ല ശാന്തമായിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ മീൻപിടുത്ത വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു രാവിലെ. ഇപ്പോൾ അതൊക്കെ മീൻപിടുത്തം കഴിഞ്ഞ് കയറിപ്പോയതാണെന്ന് തോന്നുന്നത്. കാരണം രാവിലെ നല്ലതുപോലെ വള്ളങ്ങളൊക്കെ ഇവിടെ കണ്ടിരുന്നു. അപ്പോൾ അതാണിപ്പോൾ സ്നേഹതീരത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കേട്ടോ. ഇനി നമുക്ക് ഓഹോ ബീച്ചിലൊന്ന് പോയി നോക്കണം. ഇപ്പോൾ സ്നേഹതീരം കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ വരുന്ന അല്ലെങ്കിൽ വന്നിരുന്ന ഒരു സ്ഥലമാണ് ഓഹോ ബീച്ച് അല്ലെങ്കിൽ തമ്പാങ്കടവ് ബീച്ച്. ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാം. കഴിഞ്ഞ ദിവസം ഓഹോ ബീച്ചൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു എന്നുള്ള വാർത്തകൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. കാരണം അറപ്പത്തോട് നിറഞ്ഞിട്ട് ഓഹോ ബീച്ചൊക്കെ മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താണ് അവിടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നെ പോയിട്ടൊന്ന് നോക്കാം. അത് നമ്മുടെ അറപ്പത്തോടിൻ്റെ അവിടെയാണ് കേട്ടോ. തമ്പാങ്കടവ് ബീച്ച്, അറപ്പത്തോട് എന്നൊക്കെ പറയുന്ന അറപ്പത്തോടിൻ്റെ അവിടെ. ഇപ്പോൾ ഓഹോ ബീച്ച് എന്ന് പറഞ്ഞാലാണ് കൂടുതൽ അറിയപ്പെടുന്നത്. ഇവിടെ അറപ്പത്തോട് ശരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ നല്ലതുപോലെ നിറഞ്ഞു കേട്ടോ. നിറഞ്ഞ് കവിഞ്ഞു. ശരിക്കും നമുക്ക് കാണാം വറ്റി വരണ്ട് കിടന്നിരുന്ന അറപ്പത്തോട് ഇപ്പോൾ നിറഞ്ഞ് കവിഞ്ഞ്. അത് മാത്രമല്ല ഈ പറയുന്ന ഓഹോ ബീച്ചിലൊക്കെ വെള്ളം കയറിയിരുന്നു. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പോൾ അതിന് ശേഷം അറപ്പ വീണ്ടും പൊട്ടിച്ച് കടലിലേക്ക് വെള്ളം തുറന്നു വിട്ടപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞ് ഇവിടുത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നിറച്ച് വെള്ളമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പോൾ തന്നെ കണ്ടോ വാട്ടർ ലെവൽ വളരെ കൂടുതലാണ്. അതായത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ബോർഡറും കഴിഞ്ഞ് ഇങ്ങോട്ട് വെള്ളം ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. കണ്ടോ ഇപ്പോൾ ശരിക്കും ആ അറപ്പയുടെ ഒരു സൗന്ദര്യം ശരിക്കും വരുന്നത് ഈ വെള്ളം നിറയുമ്പോഴാണ് കേട്ടോ. ശരിക്കും അറപ്പത്തോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തമ്പാങ്കടവ് ബീച്ച്, അറപ്പത്തോട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറേ കാലങ്ങളായിട്ട് ഇവിടെ ആളുകൾ വരികയും വീഡിയോ എടുക്കുകയും അതുപോലെ ശരിക്കും ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഈ ഓഹോ ബീച്ച് ആയതിനു ശേഷം അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് ചിലപ്പോൾ ഞാൻ അത്തരം സ്ഥലങ്ങൾ അതുപോലെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാവാം. പക്ഷേ ഒരു ഫാമിലി ആയിട്ട് വരുന്നവരെ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റുകളെയൊക്കെ സംബന്ധിച്ച് അവർ വരുമ്പോൾ ബീച്ചിൽ കുറച്ച് സൗകര്യങ്ങളും അതുപോലെ പർച്ചേസ് ചെയ്യാനും അതുപോലെ ചായ കുടിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടുക എന്ന് പറയുന്ന ഒരു അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഈ ഓഹോ ബീച്ച് വന്നത് അവർക്ക് ഉപകാരമായിരിക്കാം. പക്ഷേ എന്നെപ്പോലുള്ളവർക്ക് ചിലരെങ്കിലും ഒരു സ്ഥലത്തിന്, ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നല്ല, ഒരു ബീച്ചിന് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു സൗന്ദര്യത്തിൽ കാണാൻ അല്ലെങ്കിൽ കുറച്ചു നേരം ഒന്ന് വന്ന് തനിച്ചിരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് പഴയ അറപ്പത്തോട് തന്നെയായിരിക്കും ഇഷ്ടം.
ഇപ്പോൾ അർപ്പത്തോടിൻ്റെ കരയിൽ ഇത് അപ്പുറത്തും ഒരുപാട് നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടൂറിസം ഇവിടെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസം എന്ന് പറയുന്നത് ഇതുപോലെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരുപാട് ഫുഡ് കോർട്ടും അതുപോലുള്ള സംഭവങ്ങളൊക്കെ വന്നതിന് ശേഷം നിരവധി ആളുകളിവിടെ വന്നിരുന്നു, ഒരുപാട് പരിപാടികളോടെ നടത്തപ്പെട്ടിരുന്നു. ഇപ്പോൾ അതെല്ലാം ഇപ്പോൾ ഏകദേശം നിന്നിരിക്കുകയാണ്. കാരണം ഈ മഴ, ഈ ക്ലൈമറ്റ് ഒക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരവസ്ഥയിൽ നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു സംഭവം വന്നതിന് ശേഷം ഞാൻ മുമ്പൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ വേസ്റ്റ് ഒരുപാട് വന്നിട്ടുണ്ട്. അതായത് മുമ്പുണ്ടായിരുന്നതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ നിറഞ്ഞു. അതായത് ഈ തോട്ടിലും ഈ ജലാശയങ്ങളിലും കടലിലും ഒക്കെ നല്ലതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റും ഒക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം കാര്യക്ഷമമായിട്ടില്ല എന്നുള്ളത് ഞാൻ മുമ്പും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ടൂറിസം ഒക്കെ വരുന്നതൊക്കെ നല്ലത് തന്നെ. അപ്പോൾ ടൂറിസം വരുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. പ്രത്യേകിച്ച് ഈ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ, പ്ലാസ്റ്റിക് പാക്കറ്റുകളിലൊക്കെ സാധനങ്ങൾ വിൽപ്പന നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാകുമ്പോൾ, അല്ലെങ്കിൽ ഇവർ വിൽപ്പന നടത്തുന്നത് തന്നെ ആവണമെന്നില്ല, പുറത്തുനിന്ന് ആൾക്കാർ കൊണ്ടുവരുന്നതാണെങ്കിലും ഇവിടെ ഈ ഒരു ടൂറിസം അവർ ചെയ്യുന്ന സമയത്ത് ആ വേസ്റ്റ് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൂടെ വേണം എന്നുള്ളത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പഞ്ചായത്തിൻ്റെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്, വേസ്റ്റ് പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് പോലും കൃത്യമായിട്ട് കാര്യക്ഷമമല്ല എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം. അതിൽ കുറച്ച് വേസ്റ്റ് കിടക്കുന്നുണ്ട്. അതുകൂടാതെ അതിനേക്കാൾ കൂടുതൽ വേസ്റ്റ് പുറത്ത് കിടക്കുന്നുണ്ട്. കണ്ടോ, ഇഷ്ടംപോലെ വേസ്റ്റാണ് പുറത്ത് കിടക്കുന്നത്. അതുപോലെ കണ്ടോ, വെള്ളത്തിലും ഒക്കെ പ്ലാസ്റ്റിക് മാലിന്യം നിറച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. കടലാണെങ്കിൽ ഇന്ന് കടൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് കിടക്കുന്നത്. അതുപോലെ ഇന്ന് മഴയൊന്നുമില്ല, നല്ലൊരു ക്ലൈമറ്റാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെ ആയിരുന്നെങ്കിലും ഇന്നിപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ്, നല്ല വെയിലുള്ളൊരു ദിവസമാണ്. അറപ്പ പൊട്ടിച്ചിട്ടും വലിയ ഒഴുക്കൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഒഴുകി പോയി തീർന്നു ശരിക്കും വെള്ളം. ആ ഒരു വാട്ടർ ലെവലൊക്കെ കുറഞ്ഞപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ നിന്നു. ഇപ്പോൾ അറപ്പ പൊട്ടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ നല്ല ആഴം ഉണ്ടാവും. അപ്പോൾ ഇവിടെ വരുന്നവർ സാധാരണ അറപ്പത്തോട്ടിലൊക്കെ ഇറങ്ങി കുളിക്കാറുണ്ട് ആൾക്കാർ. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കുറച്ച് ശ്രദ്ധിക്കണം. മുമ്പ് ധൈര്യമായിട്ട് ഇറങ്ങാമായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ല ആഴം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ കടലിൽ ഒരിക്കലും ഈ ഒരു പ്രദേശത്ത് ഇറങ്ങാൻ ശ്രമിക്കരുത്. കാരണം ഇവിടെ ഒരു വാണിംഗ് തന്നെ വെച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു പ്രദേശത്ത് നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ തമ്പാങ്കടവ് ബീച്ച് അല്ലെങ്കിൽ തളിക്കുളം, സ്നേഹതീരം. ഈ പ്രദേശങ്ങളിൽ ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട് കടലിൽ. ഇവിടെ ഒരു ചെറിയ കടയുണ്ട്. ആ ഒരു കട മുമ്പും ഉണ്ടായിരുന്നതാണ്, ഈ ഓഹോ ബീച്ച് വരുന്നതിന് മുന്നും ഉണ്ടായിരുന്നതാണ്. അന്ന് ഇതിനേക്കാൾ ചെറിയൊരു കടയായിരുന്നു. ഇപ്പോൾ അത് കുറച്ചുകൂടിയും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ചായ കുടിക്കാനോ ഉപ്പിലിട്ടതോ ഒക്കെ കഴിക്കാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഏത് സമയത്തും ഇവിടെ ഉണ്ടാവും കേട്ടോ. അത് മാത്രമല്ല ഓഹോ ബീച്ചാണെങ്കിൽ, ഓഹോ ബീച്ചിലെ മറ്റ് ഷോപ്പുകളാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ മാത്രമേ തുറക്കാറുള്ളൂ.